ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട് ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി തന്നെ പലതരത്തിലുണ്ടെങ്കിലും നമ്മൾ കോഴിക്കോട് ബിരിയാണി വേറെ ലെവൽ തന്നെയാണല്ലേ. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ചെന്നൈയിലായിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാനായി വെയിറ്റ് ചെയ്യുന്ന അമ്പാടി ഞാനിപ്പോൾ ഓർത്തുപോയി. ഓക്കെ, ആദ്യം തന്നെ ഉള്ളി നന്നായി പൊരിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വഴറ്റി മാറ്റി വയ്ക്കുക. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കട്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ ചിക്കൻ ആദ്യം കഴുകി വൃത്തിയായി ഉപ്പും മഞ്ഞളും കുരുമുളകും വിനാഗിരിയും ചേർത്ത് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ചോറ് വെക്കുന്നത് ഞാൻ ഇടുന്നില്ല, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഉള്ളി നന്നായി വേറെ തന്നെ പൊരിച്ച് വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് മസാലയ്ക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി വഴറ്റി മുരിഞ്ഞതിന് ശേഷം തക്കാളി ഒരു 15 മിനിറ്റ് നന്നായി വേവിക്കുക. അതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്യുക. ഒരു അരമണിക്കൂർ ചിക്കൻ നന്നായി അടച്ച് മൂടി വേവിക്കുക. അത് വെന്ത് കഴിഞ്ഞ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ, ഗരം മസാല മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. പിന്നെ മല്ലിയില, ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇതെല്ലാം കൂടെ നന്നായി ജോയിൻറ്റ് ചെയ്യുക. അതിന് ശേഷം ചോറിടുക. ചോറിട്ട് റെഡി ആയതിനു ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൊരിച്ചുള്ളി അത് നല്ല ലെയറായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും ഗരം മസാലയും ഇട്ട് അടച്ച് മൂടി ഒരു ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ ദം ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞാൽ ബിരിയാണി റെഡി കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. സൂപ്പറാണ്. ഓക്കെ, ബൈ, പിന്നെ കാണാം.